മാലോകരെല്ലാം ആഘോഷിക്കുന്ന ഓണം എല്ലാ ക്ഷേത്രങ്ങൾക്കും പ്രാധാന്യമുള്ളതെങ്കിലും ഓണസങ്കല്പം മഹാബലിയും വാമനനുമായി ഇഴചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ കൊടവലം മഹാവിഷ്ണു ക്ഷേത്രം വാമന സങ്കല്പത്താൽ ആരാധിക്കപ്പെട്ടു വരുന്ന ഒരു ക്ഷേത്രമാകൊണ്ട് തന്നെ ഇവിടുത്തെ ആരാധനാക്രമങ്ങൾക്കൊക്കെ അതിൻ്റേതായ സവിശേഷതകളും കേരള ചരിത്രത്തിൽ തന്നെ ഇവിടുത്തെ ശിലാശാസനം കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിമറിക്കാൻ ഇടവരുത്തുകയും ചെയ്തൊരു ക്ഷേത്രമാകുന്നു കൊടവലം മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ പൂർവികമായി ആചരിച്ചു വരുന്നത് ഓണ ദിവസങ്ങളിൽ ഭക്തർ സ്വാഭാവികമായും ക്ഷേത്രങ്ങളിൽ വന്നെത്തുകയും പൂക്കളമൊരുക്കുകയും അടുത്ത കാലങ്ങളിലായി ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇവിടെ നടത്തുകയും എങ്കിലും ഓണത്തിനേക്കാളും പ്രാധാന്യം നൽകുന്നത് വൃശ്ചികത്തിലെ തിരുവോണം നാളുകൾക്കും അന്ന് ഭഗവാന്റെ പിറന്നാളായി ആചരിക്കുകയും ജനങ്ങൾ എല്ലാവരും പങ്കെടുത്ത് ആഹ്ലാദത്തോടെ തിരുസന്നിധിയിൽ വന്ന് ഒത്തുചേരുകയും ചെയ്യുകയാണ് പതിവ്. ഐതിഹ്യ അനുബന്ധമായി പറയുകയാണെങ്കിൽ കൊടവലം എന്നുള്ള പേര് വന്നതിന് തന്നെ സ്ഥലനാമ ഐതിഹ്യപ്രകാരം 2ഓളം യുക്തികൾ ചരിത്ര പണ്ഡിതന്മാർ കാണുന്നു. വലങ്കയ്യിൽ കുടയേന്തിയവൻ്റെ പ്രദേശം എന്നുള്ളത് കൊണ്ട് കൊടവലം എന്നും ഒരു വിഭാഗം, മറ്റൊരു വിഭാഗം മുൻകാല ഊരാളന്മാരായിരുന്ന കോടല്ലൂർ നമ്പൂതിരിയുടെ അധീനതയിലുള്ള ക്ഷേത്രമായതുകൊണ്ട് കൊടവലം എന്ന് വന്നു എന്നുള്ള 2 അഭിപ്രായങ്ങളുണ്ട്. മഹാബലിക്ക് ഇന്ന് ഭാരതത്തിൽ ഉത്തർപ്രദേശത്തിൽ നർമ്മദയുടെ തീരത്ത് ഭൃഗച്ച എന്ന് പറയുന്ന പൂർവ്വകാലങ്ങളിൽ ഭൃഗച്ചം എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ബറൂച്ച എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മഹാബലിയാകുന്നത് യഥാർത്ഥത്തിൽ 3 അടി എന്നുള്ളത് പ്രതീകാത്മകമായി എന്താണ് അദ്ദേഹം സമർപ്പിക്കുന്നത്? ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ എത്തുമ്പോൾ ആത്മസമർപ്പണം നടത്തുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് മഹാബലിയുടെ ഈ 3 അടി ദാനം. മഹാബലി ഭഗവാന് സമർപ്പിക്കുന്ന എന്താണ്? 3 അടി ലോകങ്ങളല്ല. ഒരു വ്യക്തി ഒരു ക്ഷേത്രം എന്തിനാണോ ആവശ്യം, അതായത് ഓരോ വ്യക്തിയിലുള്ള അഹത്തെ ഇല്ലാതാക്കി അല്ലെങ്കിൽ ഈശ്വര തുല്യമാക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ആത്യന്തിക ദൗത്യം. നമുക്ക് മഹാബലി അദ്ദേഹത്തിൻ്റെ ഈ 3 അടി ദാനത്തിലൂടെ എന്താണ് സൂചിപ്പിച്ചു തരുന്നതെന്ന് വെച്ചാൽ മനസ്സ്, വാക്ക്, കർമ്മം ഇത് 3ഉം ഭഗവങ്കൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ അവനവനുള്ള ദൈവീക ചൈതന്യത്തെ ഉണർത്തുക എന്നുള്ള പ്രതീകമാണ് മഹാബലിയിലൂടെ ഈ ഓണക്കാലത്ത് അല്ലെങ്കിൽ മഹാബലിയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. കേരള ഹിസ്റ്ററി ഒരു കാലം വരെ പണ്ഡിതശ്രേഷ്ഠനായ ഭണ്ഡാർക്കാർ മുതൽ ഗോപിനാഥ റാവു വരെ അനുമാനിച്ചിരുന്നത് പെരുമാൾ രാജാക്കന്മാരായ മനുകുലാദിത്യനും ഭാസ്കര രവിവർമ്മനും 2 പേരാണെന്നും ആ അനുമാന രീതിയിലായിരുന്നു കേരള ഹിസ്റ്ററി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ ശിലാലിഖിതം MGS നാരായണൻ സാർ വന്ന് പഠിക്കുകയും അതിനോടനുബന്ധമായി ചരിത്രത്തിൽ അത്ര വരെ ഹിസ്റ്ററിയുടെ മിസ്റ്ററിയായി നിന്നിരുന്ന വിഷയം അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഇവിടുത്തെ ശിലാലിഖിതത്തിനെ ആസ്പദമാക്കി 1200ഓളം വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് സമ്പ്രദായത്തിലുള്ള ശിലാലിഖിതത്തിൻ്റെ അനുബന്ധമായി ആയിരുന്നു. ശിലാലിഖിതത്തിൻ്റെ വ്യാഖ്യാനം അന്നത്തെ പെരുമാൾ രാജാക്കന്മാർ ഇവിടെ നിന്നും സ്വരൂപിക്കുന്ന നികുതിയിൽ നിന്നും 3 കഴഞ്ച് സ്വർണം ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ നടത്തിപ്പോകുന്നതിന് വേണ്ടി നൽകാൻ വേണ്ടി കൽപ്പിക്കുകയും അത് അന്നത്തെ ഊരാളന്മാർ, കൊടവലത്ത് ഊരാളന്മാർ ശിലയിൽ രേഖാമൂലം സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് കാണപ്പെടുന്നത്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.